ഹലോ, അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അല്ലേ കുഞ്ഞു? സോ നമ്മൾ ഇന്ന് ഇസ്താൻബുൾ ടർക്കിയിലാണ്. അപ്പം മീഗ ചേച്ചി അൻചാട്ടിന് ചേച്ചിക്ക് ഇവിടെ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് പുള്ളിക്കാരി ഇവിടെ ഒരു 1 month ഉണ്ട്. സോ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു നമുക്കിവിടെ വരാം, സ്റ്റേ ചെയ്യാം. നമുക്ക് അക്കോമഡേഷൻ അപ്പൊ ഫ്രീ ആണ്. അതുകൊണ്ട് നമ്മൾ വന്ന് നമ്മൾ അക്കോമഡേഷൻ ഈ ഹോട്ടലിലാണ്, Airbnb ആണ്. അപ്പൊ നമ്മൾ 2 റൂമുള്ള ഇതാണ്. അപ്പൊ നമ്മൾ ഒറ്റക്കല്ല, നമ്മൾ മൊത്തം 6 പേരുണ്ട്. മീഗ ചേച്ചി, അൻചാട്ടൻ, കൃഷ്ണപ്രിയ, ദീപക്. സോ നമ്മൾ ഇന്നലെ എത്തി നമ്മൾ ഇന്ന് ഇസ്താൻബുളിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അല്ലേ കുഞ്ഞു? നല്ല ചൂടുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇപ്പൊ തന്നെ ഒരു 2 മണിയായി. ഇനി നമ്മൾ ഇവിടത്തെ കുറെ സ്ഥലങ്ങളിലൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇന്ന് നമ്മൾ തിരിച്ചു വരും. അല്ലേ? അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പൊ നമുക്ക് ഇന്ന് പോവാം. ഞാൻ വഴി അവര് ഇച്ചിരി മുമ്പിലാണ്, നമ്മൾ അവരെയൊക്കെ പരിചയപ്പെടുത്തി തരാം. അവരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നേരത്തെ വ്ളോഗിലൊക്കെ അവരുണ്ട്. അനിച്ചാട്ടനും കൃഷ്ണപ്രിയയും മീഗ ചേച്ചിയും ദീപക് എല്ലാവരും ഉണ്ട്. നമുക്ക് എല്ലാവരും കാണാം. നല്ലൊരു ട്രിപ്പ് ആവട്ടെ. അല്ലേ കുഞ്ഞു? ശരിക്കും ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ഇസ്താൻബുളും ടർക്കിയൊക്കെ നമ്മുടെ നാട് പോലെ തന്നെയാണ് കേട്ടോ. അല്ലേ കുഞ്ഞു? ഇവരൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒപ്പം ഉള്ളത്. ഇതാണ് മീഗ ചേച്ചി, ഇതാണ് കൃഷ്ണപ്രിയ, ഇതാണ് ദീപക്, ഇത് അനിച്ചാട്ടൻ. സോ നമ്മൾ ഈ ഇത്രയും പേരാണ്. നമ്മൾ ഇന്ന് ഇസ്താൻബുൾ ഫുള്ള് ഇറങ്ങാൻ പോവാ. 2 മണിയായെന്നുള്ളൂ. 4 മണിയാകുമ്പോൾ അടയ്ക്കും. കുറച്ചേരം വെയിലുള്ള തിരിച്ചു വരിക, ഇതാണ് മെയിൻ ലക്ഷ്യം. സോ നമ്മളിപ്പോ മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലേ കുഞ്ഞു? നമ്മുടെ മുമ്പില് നമ്മൾ മെട്രോ സ്റ്റേഷൻ പോവാണെങ്കിലും മെട്രോ ബസ് എടുക്കുവാണെങ്കിലും എപ്പോഴും നമ്മളൊരു സാധനം സ്വൈപ്പ് ചെയ്യണം. ഇവിടെ നമ്മൾ ഇസ്താൻബുൾ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് ഉണ്ട്. അതാണ് നമ്മുടെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം എടുക്കണമെങ്കിൽ നമുക്ക് ആ കാർഡ് എടുത്ത് സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. റീചാർജ് ചെയ്യാം. ഇവിടെ ഡെയിലി ടിക്കറ്റോ അങ്ങനെ ഒരു ടിക്കറ്റ് 1 hour ടിക്കറ്റ് ഒന്നും ഇല്ല. എല്ലാ ഇതിലും നമ്മൾ സ്വൈപ്പ് ചെയ്യണം. ഏത് ഇത് എടുക്കണമെങ്കിലും നമ്മൾ സ്വൈപ്പ് ചെയ്താണ് ഇതാക്കണേ. പലതിനും പല റേറ്റ് ആണ്. ഇപ്പൊ നമ്മള് ഒരു ബസ്സിലൊക്കെ കയറുവാണെങ്കിൽ 17 ലിറയാണ്. 17 ലിറ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂറോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 50 സെന്റ് ആവും. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഇച്ചിരി നഷ്ടമാണ്. പക്ഷെ വേറൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ലാഭമാണ്. അത് നഷ്ടമാണോ ലാഭമാണോ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതാണ് അല്ലേ? എനിക്ക് തോന്നുന്നത് നഷ്ടമാണ്. ബിക്കോസ് എന്നും നമ്മൾ ട്രാവൽ ചെയ്യണമല്ലോ. നമ്മളിങ്ങനെ ചാർജ് ചെയ്തോണ്ടേയിരിക്കും. അത് കിട്ടാൻ ആ കാർഡിന് 70 ലിറയാണ്. 70 ലിറ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2 യൂറോ ആവും ഇസ്താൻബുൾ കാർഡിന്. സോ നമ്മൾ അതെല്ലാം എടുത്തിട്ട് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരാൾക്ക് എടുത്താൽ മതി കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും അതിൽ ചാർജ് ചെയ്യാം. സോ ഒരു ഇസ്താൻബുൾ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ 1 എടുത്താൽ മതി. നമ്മൾ പക്ഷേ 3 എടുത്തു. അറിയാതെ നമുക്കത് അറിയില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോ ഒരു ആൾക്കാർ വരുവാണെങ്കിൽ ഒരു 70ന്റെ 1 എടുത്താൽ നമുക്ക് അതിൽ ചാർജ് ചെയ്ത് നമുക്ക് ട്രാവൽ ചെയ്യാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇന്ത്യയിൽ വന്ന ഒരു പ്രതീതിയാണ് ഇവിടെ വന്നിട്ട്. ട്രാഫിക് ആണേലും പിന്നെന്തുവാ ക്ലൈമറ്റ് ആണേലും സ്ഥലമാണേലും എല്ലാം നമ്മുടെ ഇന്ത്യയിലെ സെയിം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടർക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം യൂറോപ്പ് സൈഡും കുറച്ച് ഭാഗം ഏഷ്യൻ സൈഡും ആണ്. സോ അതിന്റെ ഒരു ഇതായിരിക്കും, ഇൻഫ്ലുവൻസ് ആയിരിക്കും നമ്മുടെ ഒരു ഇന്ത്യയിലോട്ടുള്ള ഏഷ്യൻ കൾച്ചറിലോട്ടുള്ള സംഭവങ്ങളൊക്കെ. അഞ്ച് മിനിറ്റില് മെട്രോ ഉണ്ട് നമുക്ക്. അപ്പൊ മെട്രോ എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് ഡയറക്റ്റ് ആണോ നമുക്ക് പോകേണ്ട സ്ഥലം? മാറി കയറണം. ഇനി ഇവിടെ നിന്ന് പിന്നെയും കയറണം. ട്രാം എടുക്കണം. ഇവിടുന്ന് നമ്മൾ ട്രാം എടുത്തിട്ട് ഇവിടുന്ന് മെട്രോ എടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ട്രാം എടുക്കണം. നമ്മളിപ്പോ ട്രാമൊക്കെ ഇറങ്ങി ബ്ലൂ മോസ്കിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ തന്നെ ബ്ലൂ മോസ്ക് എത്തും. നമ്മുടെയൊക്കെ മനസ്സിൽ ബ്ലൂ മോസ്കിന് ഒരു ചിത്രമുണ്ട്. അത് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. അനുചേട്ടാ, ബ്ലൂ മോസ്കിന്റെ ഐതിഹ്യം എന്താ പറഞ്ഞേ? ഞാൻ സ്റ്റഡി നടത്തിയിട്ടില്ല. എന്നാലും എന്തെങ്കിലും ഒരു ഐതിഹ്യം പറ. തള്ള. അതാ വേണ്ട നമുക്ക്. തള്ളനാട്. അതായത് പണ്ട് ഓട്ടോമൻ എംപയറിന്റെ കാലത്ത് അധികം കളറൊന്നും ഇല്ല. ഞാൻ അപ്പൊ ഒരു ബ്ലൂ അടിച്ചെന്നാണ് താൻ പറയണേ. അന്ന് ഈ ബർഗണ്ടി ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇവർക്ക് കുറച്ച് കളറുകളേ ഉള്ളൂ. ചുമല, പച്ച, മഞ്ഞ, നീല. അതിനകത്ത് ഒരു ബ്ലൂ അടിച്ച് അങ്ങനെ ബ്ലൂ മോസ്ക് എന്ന് പേര് വന്നു. ഓക്കെ, അതാണ് അൻചാട്ടന്റെ ഒരു നിഗമനം അല്ലെ? ഇതുള്ളതാണോ തള്ളാണോ? ഇത് തള്ള. ഇനി നമുക്ക് ഇവിടെ PhD കാരി ഉണ്ട്. PhD കാരിനോട് ചോദിക്കാം.
ഇപ്പൊ ഗൂഗിൾ നോക്കുന്നുണ്ട്. ബ്ലൂ മോസ്കിൽ കയറണമെങ്കിൽ നമുക്ക് ഡ്രസ് കോഡ് ഉണ്ട്. ഡ്രസ് കോഡിൽ നമുക്ക് ഷോർട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കയറ്റത്തില്ല. ഞാൻ ഷോർട്സ് ആണ് ഇട്ടേക്കണേ. എന്നെ കയറ്റുമെന്ന് അറിയത്തില്ല. എന്നെ കയറ്റിയില്ലെങ്കിൽ കുഞ്ഞു ഒറ്റയ്ക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള ബ്ലോഗ് കുഞ്ഞു കാണിച്ചു തരും. എന്തായാലും ഞങ്ങൾ എൻട്രൻസിലോട്ട് പോവാണ്. അപ്പോൾ എൻട്രൻസിൽ പോകുമ്പോൾ ഈ ഇച്ചിരി കയറ്റമൊന്നും അറിയില്ല ഉള്ളിലോട്ട്. ഞാൻ എൻ്റെ ഷോളിടുണ്ട്. ഇച്ചു ആണെങ്കിൽ ഇച്ചിൻ്റെ ഷോർട്സ് താഴോട്ട് ഇറക്കാനൊക്കെ നോക്കുന്നുണ്ട്. കേറ്റുവോ? ഇതുണ്ടോ? അത് ഷോർട്സ് ആണ്. ഇനി താഴോട്ട് ഇറങ്ങൂല. എന്തായാലും ഷോർട്സ് ഒക്കെ താഴോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും എന്താവും അറിയില്ല. നമുക്കൊന്ന് കേറി നോക്കാം. സെക്യൂരിറ്റി ആരൊന്നും കാണുന്നില്ല അല്ലേ? എന്തായാലും കേറി നോക്കാം. എന്റെ കയ്യിൽ ഷാൾ ഉണ്ടായിരുന്നു. അപ്പൊ കുഴപ്പമില്ല കേട്ടോ. അതില് ഷാളൊക്കെ കൊടുക്കുന്നുണ്ട്. കേട്ടി വിട്ടു ഫൈനലി. ഇനി അതിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയത്തില്ല. ഇല്ലായിരിക്കും. ചിലപ്പോ തിരിച്ചു വിളിച്ച് പിടിപ്പിക്കും. ഇവിടെ ഷൂ ഊരിയിട്ടാണ് നമ്മൾ മുന്നിലോട്ട് കയറേണ്ടത് കേട്ടോ. ഷൂ ഊരി കയറണം. സോ എല്ലാവരും ഷൂ ഒക്കെ ഊരി നമ്മൾ ഷോൾ ഇട്ടു. എൻ്റെ നിക്കർ പിടിച്ചില്ല. അല്ല അങ്ങനെയല്ല, മുട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഷോർട്സ് ആണെങ്കിലും കുഴപ്പമില്ല, മുട്ട് കവർ ചെയ്യണം. സോ ഞാൻ എൻ്റെ ഷോർട്സ് നൈസായിട്ട് ഇറക്കിയിട്ടു. അപ്പോൾ പിന്നെ മുട്ട് കവറിങ് ആണ്. അങ്ങനെ ഒരു 1600 പണിത ബ്ലൂ മോസ്ക് കണ്ടു. ഇനി നമ്മൾ എങ്ങോട്ടാ പോണേന്നറിയാമോ? എങ്ങോട്ടാ? ബസിലിക്ക സിസ്റ്റർ. അത് പണ്ടത്തെ റിസർവയർ ആയിരുന്നു, വാട്ടർ റിസർവയർ ആയിരുന്നു എന്നൊക്കെ പറയുന്നത്. സോ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അത് ഇവിടുന്ന് അടുത്താട്ടോ. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ബസിലിക്ക സിസ്റ്റർ. സോ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂ മോസ്കിൽ അത്ര ബ്ലൂ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചത്ര ബ്ലൂ ഒന്നുമില്ല. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഹാഗിയ സോഫിയ എന്ന് പറഞ്ഞ മ്യൂസിയം. അവിടെ എൻട്രി ഫീ ഉണ്ട്. ബട്ട് കാണേണ്ടവർക്ക് അവിടെയും കാണാം. അത് ജസ്റ്റ് നമ്മുടെ ബ്ലൂ മോസ്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഹാഗിയ സോഫിയ മ്യൂസിയം വരുന്നത്. നമ്മളിപ്പോ ഇനി ഗലാട്ട ടവർ എന്ന് പറഞ്ഞൊരു ടവർ ഉണ്ട്, അത് കാണാൻ പോവാണ്. നമ്മളിപ്പോ ഏകദേശം ഇസ്താൻബുളിലെ മെയിൻ അട്രാക്ഷൻസ് എല്ലാം കണ്ടു. നമ്മൾ ബ്ലൂ മോസ്കിൽ മാത്രമേ ഉള്ളിൽ കയറിയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കണ്ടു. ഗലാട്ട ടവറിലും നമ്മൾ ഇനി പുറത്തു പോയി കാണുകയാണ്. ഇതാണ് ഗലാട്ട ടവറിന്റെ മിനിയേച്ചർ. ഇതാട്ടോ ഗലാട്ട ടവറിന്റെ മിനിയേച്ചർ. സോ അതിന്റെ ഒറിജിനൽ സാധനം ഇതിവിടെ ഇരിക്കണം. ഇവിടുത്തെ ചീസ് കേക്ക് ആട്ടോ. ഇവിടുത്തെ ഇസ്താൻബുൾ ടർക്കീസ് ചീസ് കേക്ക് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. സെന്റ് സെബാസ്റ്റ്യൻ എന്റെ പപ്പ ഉണ്ടാക്കുന്ന ചളിയാണല്ലോ. വാവുമായിട്ടുണ്ട് മാഡം. അങ്ങനെ പറയാനും മാത്രമൊന്നുമില്ല. നിങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കൂ, കുഴപ്പമില്ല. അപ്പൊ നമ്മളിപ്പോ ഇസ്താൻബുളിലെ എവിടെയാണ് കുഞ്ഞു? ഓൾഡ് ടൗൺ അല്ല, ന്യൂ ടൗണ്. നമ്മളിപ്പോ ഇസ്താൻബുളിലെ ന്യൂ ടൗൺ ആണ്. ഇതിന്റെ പേര് ടക്കീസം അല്ലെ? ടക്കീസം എന്നാണ് ഇവരുടെ ടാക്സിം. ഇവരുടെ പ്രൊണൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്ന് അറിയത്തില്ല. നമ്മുടെ സിറ്റി സെന്റർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ടാക്സിം.
ടാക്സിൻ. സോ അത് ജസ്റ്റ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് ഇവിടെ. പ്രത്യേകിച്ചൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്ന് പറയാൻ എന്താ ഉള്ളത് കുഞ്ഞു? ട്രെയിൻ ഉണ്ട്, ട്രെയിൻ പോകുന്ന കാണിച്ചാലോ? ട്രെയിൻ ഉണ്ട്, ട്രെയിൻ നമുക്ക് കാണിക്കാം. പിന്നെ ബാക്കിലൊരു മോസ്ക് ഉണ്ട്. പിന്നെ ഇവിടുത്തെ മോസ്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാം സെയിം സ്ട്രക്ചറും സെയിം ഇതൊക്കെ തന്നെയാണ്, കളറും ഒക്കെയാണ്. അതുകൊണ്ട് ഏത് മോസ്ക് കണ്ടാലും നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ കണ്ടതാണല്ലോ. അല്ല, ഇവിടെ അത് മാത്രമേ ഉള്ളൂ മെയിൻ ആയിട്ട്, മോസ്ക് മാത്രമേ ഉള്ളൂ കാണിക്കാൻ. പിന്നെ എന്തുവാ, പിന്നെ ഒരു ഐ ലവ് ഇസ്താൻബുൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ ലവ് കൊച്ചി, ഐ ലവ് കാലിക്കറ്റ് അതുപോലെ തന്നെയുള്ള മോഡലില് ഒരു ഇത് വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ അല്ലേ കുഞ്ഞു. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അല്ലേ കുഞ്ഞു. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ പണ്ടത്തെ ഒരു ട്രാം ലൈൻ ഒക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. സോ നമ്മള് ഇസ്താൻബുളിൽ ഫുള്ള് ഒരുമാതിരി കറങ്ങിയല്ലേ കുഞ്ഞു. നമ്മള് എവിടെയൊക്കെ പോയി? നമ്മള് ബസ്സിലെ സിസ്റ്റാണിൽ പോയി, ഗലാട്ട ടവറിൽ പോയി, പിന്നെ ബ്ലൂ മോസ്കിൽ പോയി. അങ്ങനെ നമ്മള് ഒരുമാതിരി പിന്നെ ഗ്രാൻഡ് ബസാറിൽ നാളെ പോകുന്നുണ്ട് നമ്മള്. സോ ഇസ്താൻബുളില് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലം. പക്ഷെ ഒരു വൗ ഫാക്ടർ ഉണ്ടോ? വൗ ഫാക്ടർ ഇല്ല, ബട്ട് ഒരു രാജ്യം നമുക്ക് കണ്ടിരിക്കാം. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. പക്ഷെ കുറെ നമുക്ക് നമ്മുടെ നാടായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളിപ്പോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചൂസ് ചെയ്ത് കുറെ നടക്കാനുണ്ട്. പക്ഷെ ഇവിടെ കാറ് റെന്റ് എടുക്കണമെന്നും ലൈക്ക് പ്രാക്ടിക്കൽ അല്ല. എന്താ വെച്ചാൽ ഭയങ്കര തിരക്കാ റോഡൊക്കെ. സോ നമ്മളൊരു കാർ റെന്റ് എടുത്ത് വരുമ്പോഴൊക്കെ ഭയങ്കര പാടായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിയ നമ്മുടെ അനുഭവങ്ങൾ അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ചിലവർക്ക് ഇസ്താൻബുൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കൺട്രി ലൈക്ക് സ്ഥലമായിരിക്കും. പക്ഷെ എനിക്ക് ഓക്കെ ഒരു കൺട്രിയാണ്. എനിക്ക് ലൈക്ക് ഇസ്താൻബുൾ പ്ലേസ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെന്താ പറയാനുള്ളത്? അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇത് നമ്മൾ പോവാ, ഫുഡ് കഴിക്കാൻ, വീട്ടിൽ പോവാ, കിടന്നുറങ്ങാം. നാളെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോവാ. അത് കഴിഞ്ഞ് നമ്മള് നാളെ മറ്റന്നാള് നമ്മള് നേരെ തിരിച്ചു പോവും. സോ അതാണ് ഇന്നത്തെ നമ്മള് ഇസ്താൻബുളിൽ നിന്ന് നമ്മള് സൈൻ ഓഫ് ചെയ്യാണ്. ബൈ.